ഹരിയാനയിലെ സോനിപട്ടിൽ OP ജിൻഡാൽ സർവകലാശാലയിൽ പെൺ സുഹൃത്തിനെ സൂട്ട് കേസിലാക്കി ഹോസ്റ്റലിലേക്ക് കടത്താൻ ശ്രമം. ബോയ്സ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. കമിതാക്കൾ അല്ലെങ്കിൽ ഈ കാമുകന്മാരുടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെന്തെങ്കിലും ഒരു കുൽസിത പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കൈയോടെ പിടിക്കുക. അതാണ് അവർക്ക് നാണക്കേട്. ഇതുപോലൊരു നാണക്കേട് വേറെ കാണത്തില്ല. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി മുട്ടി നിൽക്കുകയായിരിക്കുമല്ലോ, സ്ഥലം കണ്ടെത്തി എങ്ങനെയെങ്കിലും പോയി കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ വെച്ച് കൈയോടെ പൊക്കുക എന്ന് പറയുന്നതായിരിക്കും ഈ കമിതാക്കൾക്ക് പൊതുവെ. മറ്റാ വലിയവർക്കൊക്കെ അതൊക്കെ ഒരു കാര്യമില്ല. ഈ കമിതാക്കൾക്ക് തുടക്കമുള്ള അവർക്കൊക്കെ ഏറ്റവും വലിയൊരു നാണക്കേടായിരിക്കും. വീട്ടിലറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് മീഡിയയിലൊക്കെ വരുന്നതൊക്കെ ഏറ്റവും വലിയ നാണക്കേടായിരിക്കും. അതുപോലെ ഒരു നാണക്കേടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സ്വന്തം കാമുകൻ എന്ത് ചെയ്തു, കാമുകിയുമായിട്ട് ഒന്ന് രമ്യതയിലാവാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ലയിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഫണ്ണായിട്ടുള്ള കുറച്ച് മൊമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എന്തെങ്കിലും ഇവിടെ വെച്ച് നമുക്ക് കൂടണം, വേറെ സ്ഥലങ്ങളോ ലോഡ്ജോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് കാമുകൻ ഒരു ഐഡിയ നോക്കി ഒരു കാര്യം ചെയ്യാം. കാമുകൻ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവിടുത്തെ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ പ്രത്യേക റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കാമുക എടുത്ത് പറഞ്ഞു, വാ നമുക്ക് എന്റെ ഹോസ്റ്റലിലേക്ക് പോവാം. അപ്പൊ അവിടെ പെൺകുട്ടികളെ കയറ്റി വിടത്തില്ല. അതിപ്പോ എന്ത് ചെയ്യും? കാമുകൻ പറഞ്ഞ ഐഡിയ ഉണ്ട്, ഒരു കാര്യം ചെയ്ത് എന്റെ സൂക്കേഴ്സിനകത്ത് കയറിക്കോ. ഞാൻ അതിൽ തന്നെ ഉരുട്ടിക്കൊണ്ട്, ട്രോളിയാണ് അത് ഉരുട്ടിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, അവിടെ പോവാം. പിന്നെ നമുക്കൊരു ഒരാഴ്ചത്തേക്ക് നമുക്ക് പിന്നെ ആരും അറിയില്ല, ഇതിനകത്ത് പെണ്ണ് കയറാറില്ലല്ലോ, ഒന്നും ആരും അറിയില്ല എന്ന് കരുതി കാമുകൻ എന്ത് ചെയ്തെന്നറിയാം, ഈ പെൺകുട്ടിയെ സൂക്കേഴ്സിനകത്ത് കയറ്റി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരികയായിരുന്നു. ഉരുട്ടിക്കൊണ്ട് വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിനകത്തോട്ട് കയറിയപ്പോ, ഒരു ബമ്പിൽ കയറിയപ്പോ പെൺകുട്ടിക്ക് അവിടെ ചെറുതായിട്ട് വേദന എടുത്തു. പെൺകുട്ടി കരഞ്ഞപ്പോ അവിടെയുള്ള ഗാർഡിന് എന്ത് ചെയ്തു, പിടികിട്ടി, എന്തോരോ ആണ് എന്ന് പിടികിട്ടി. ഗാർഡ് ആദ്യം വിചാരിച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് കരുതിയത്. പക്ഷെ തുറന്നു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് തട്ടിക്കൊണ്ട് പോയതല്ല, പ്രേമ പരവശനായിട്ട് മറ്റൊന്നിനോ വേണ്ടിയിട്ട് കടത്താൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ളത്. പിന്നെ എല്ലാരും കൂടി ചേർന്ന് എന്ത് ചെയ്തു, ഈ സംഭവം തുറന്നു നോക്കി. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. പെൺകുട്ടി കൈയിട്ട് വിളിക്കുന്നുണ്ട്. എന്തൊരു ദയനീയ അവസ്ഥയെന്ന് വെച്ചാൽ, അവിടെ അതിനകത്ത് ഒരു മഞ്ഞ ഷർട്ടിട്ടോളം നിൽക്കുന്ന ആ പുള്ളിയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ പെൺകുട്ടി ഇത് തുറന്നപ്പോ കൈയിട്ട് വിളിക്കണമെങ്കിൽ മറ്റേ പയ്യൻ അപ്പുറത്തെ എവിടെ നിൽക്കുകയാണെന്ന് തോന്നി. ഈ പെൺകുട്ടിക്ക് ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചോ, ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ ഇത് കുറെ ദൂരം ഇതിനകത്ത് ഈ പറയുന്ന ചൊക്കനെ പോലെ വളഞ്ഞ് പിന്നെ ഒടിഞ്ഞിരുന്നത് കൊണ്ട് എനിക്കൊന്ന് കൈയും കാലൊക്കെ ഈ നമുക്ക് തരിപ്പടിച്ച് ഇങ്ങനെ ഫ്രീസായി പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഇതിനകത്തോട്ട് ഇറങ്ങും. നമുക്കെന്നറിയാം, നമ്മൾ എവിടെയെങ്കിലും കൈയും കാലൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് നമ്മൾ അവിടെ മരവിച്ചു പോകും. മരവിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ മരവിപ്പിന്റെ വേദനയിലാണ് ആ പെൺകുട്ടി വിളിച്ചത്. അപ്പൊ എന്തിനാ അതിന്റെ വാർത്ത എന്തിനാ കേട്ട് നല്ല കൗതുകം കൊണ്ട് നല്ല ചിരിയുണ്ട്. ആ ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. ഹരിയാനയിലെ സോനിപട്ടിൽ OP ജിൻഡാൽ സർവകലാശാലയിൽ പെൺ സുഹൃത്തിനെ സൂട്ട് കേസിലാക്കി ഹോസ്റ്റലിലേക്ക് കടത്താൻ ശ്രമം. ബോയ്സ് ഹോസ്റ്റലിലെ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സൂട്ട് കേസ് ഉരുട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ ബമ്പിൽ തട്ടിയപ്പോൾ പെൺകുട്ടി കരഞ്ഞതോടെയാണ് നീക്കം പാളിയത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഈ ഒരു സംഭവം കാണുമ്പോൾ ഓർമ്മ നമ്മുടെ മലയാള സിനിമയാണ് എന്നറിയാം. അടി കപ്പിയാരിയ കൂട്ടമണി എന്ന് പറയുന്ന അതിനകത്ത് നമിത പ്രമോദിനെ കൊണ്ടുവരുന്ന ഒരു സംഭവം. നമിത പ്രമോദ് ഇങ്ങനെയല്ല വരുന്നത്, എങ്കിലും നമിത പ്രമോദ് ഇതുപോലെ ആണുങ്ങളുടെ ഹോസ്റ്റലിൽ കയറി പെടുന്നതും അവിടെ നിന്നുണ്ടാകുന്ന സംഭവം കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഓക്കെ. കാര്യമാണ്, ഒരു പെൺകുട്ടി എങ്ങനെ സൂട്ട് കേസിൽ കൊണ്ടു എന്നുള്ളത് തന്നെ കൗതുകമാണ്. ഈ സാധാരണ ഇങ്ങനെ പരിശോധനയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇത് ഈ പെൺകുട്ടി സൂട്ട് കേസിനുള്ളിലാക്കി ഈ ട്രോളി ബാഗ് കൊണ്ടുവരവെയാണ് ഇപ്പോൾ ഹോസ്റ്റലിലെ ഗാർഡ് ഇത് കണ്ടെത്തുകയും പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ബോയ്സ് ഹോസ്റ്റലിലേക്ക് തന്റെ പെൺ സുഹൃത്തിനെ ഈ സൂട്ട് കേസിലാക്കി കൊണ്ടുവരവെയാണ് ഒരു ബമ്പിൽ ഇത് കയറി ഇറങ്ങിയപ്പോൾ പെൺകുട്ടി കരഞ്ഞപ്പോൾ ഈ ഗാർഡിന് സംശയം തട്ടി തടഞ്ഞു വെക്കുകയും
സൂട്ട് കേസ് തുറക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയെ ഇതിനകത്ത് ചുരുണ്ടുകൂടിയിരിക്കുന്നത് കണ്ടെത്തിയത്. ഇത് പെൺകുട്ടി ആരാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവിടെ പരിശോധനകൾ നടന്നു. ഈ ഒപ്പമുള്ള ആൺ സുഹൃത്തിനെ യൂണിവേഴ്സിറ്റി അധികൃതർ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇതിന് പിറകിലുള്ളത് എന്നുള്ള സംഭവം അറിയുന്നു. സർവകലാശാല ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിദ്യാർത്ഥിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ളൊരു കാര്യവും വ്യക്തമല്ല. ഏതായാലും ഹോസ്റ്റൽ വാർഡനും ഹോസ്റ്റലിലെ വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ കൂടെ ചേർന്നാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തി പെൺകുട്ടിയെ അടങ്ങുന്ന ഈ സൂട്ട് കേസ് കണ്ടെത്തിയത്. ഓക്കെ, ഇതാണ് സംഭവം, മറ്റൊന്നുമല്ല. പെൺകുട്ടി എന്ത് ചെയ്ത് ഹോസ്റ്റൽ ചെയ്ത ആണുങ്ങളുടെ ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റലാണ്. അതിനകത്തോട്ട് തന്റെ കാമുകിയെ, തന്റെ പ്രണയിനിയെ എങ്ങനെയെങ്കിലും ഒളിച്ച് കടത്താമെന്നുള്ള ശ്രമത്തിനകത്ത് എന്ത് ചെയ്തു, സൂക്കേഴ്സിനകത്ത് ആ പെൺകുട്ടിയുടെ ആ ഒരു സാക്രിഫൈസ് നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് ഒടിഞ്ഞു തൂങ്ങി എല്ലാം കൂടി ചുരുങ്ങി ഇങ്ങനെ ഇരുന്നു. അവസാനം കൊണ്ടുവന്നത് ആ ബമ്പിലോട്ട് കയറിയപ്പോൾ പെൺകുട്ടിക്ക് വേദന എടുത്തു. കാരണം കുറെ നേരം ഇരിക്കുമ്പോൾ മരവിച്ചിരിക്കുമ്പോൾ എവിടേക്ക് ജസ്റ്റ് തട്ടൊരു നല്ല വേദനയ്ക്കും അറിയാതെ കരഞ്ഞു പോയതാണ്, ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഗാർഡിന് പിടികിട്ടി. ഗാർഡും അവിടെയുള്ള ലേഡീസ് സെക്യൂരിറ്റികളുണ്ട്, ഗാർഡുകളുണ്ട്, അവരെല്ലാം കൂടി ചേർന്ന് പറ്റി. അവരെ ആദ്യമൊക്കെ ഒന്ന് ഭയന്നു പോയി. പിന്നെ കടത്തിക്കൊണ്ട് വരിക, അടിച്ച് കൊന്നിട്ടിക്കുകയാണോ, അബോധാവസ്ഥയിൽ വിളിച്ചതാണോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, തുറന്നു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരു കിളുന്ത് പെണ്ണിരിപ്പുണ്ട്. പാവം പെണ്ണിന്റെ ഒരു അവസ്ഥ നോക്കിയപ്പോൾ. എന്തായാലും ഇതിനെക്കുറിച്ച് കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ഏത് രീതിയിൽ കേസെടുത്ത് ആര് ഈ പറയുന്ന പെൺകുട്ടി ഇതുപോലെ ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇതുപോലത്തെ ഒരു അവസ്ഥ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അല്ലെങ്കിൽ പെൺകുട്ടി നാളെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുമ്പോഴുള്ള അവസ്ഥ നോക്കി, എന്തുമാത്രം നാണക്കേടം നോക്കണം. സൂക്കേഴ്സിനകത്ത് കയറി തന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട്, തന്റെ കാമുകന് വേണ്ടി 1-2 ദിവസം അടിച്ച് പൊളിക്കാം എന്നൊക്കെ കരുതി ഇത്രയും പ്രയാസപ്പെട്ട് ചുരുങ്ങി ഒരു സൂക്കേഴ്സ് ഇരിക്കുക. പിന്നെ കുറച്ച് ദിവസത്തെ പ്ലാൻ ആയിരിക്കില്ല, വേറെ എവിടെയും സ്ഥലം കിട്ടാത്തത് കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഒരു പ്ലാൻ ചെയ്തെടുത്ത ഒരു സംഭവമായിരിക്കും. അപ്പൊ അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് അതിനകത്ത് വരിക. പിന്നെ അവസാനം ഈ പറയുന്ന റൂമിൽ എത്രയും തൊട്ടു മുമ്പ് ആ പ്ലാൻ പൊളിയുക എന്ന് പറയുമ്പോൾ അത്രയും നേരം എന്ത് ചെയ്ത് വളച്ചു പിടിച്ച് ഒതുങ്ങി അതിനകത്ത് ചുരുങ്ങി കൂടിയിരുന്നു. കുറച്ചു നേരം ഒരു 2-3 മിനിറ്റും കൂടി, അല്ലെങ്കിൽ ആ ഒരു വിളി, ആ ബമ്പിൽ അവൻ കയറ്റാതിരുന്നെങ്കിലും മതിയായിരുന്നു. എങ്കിൽ ആ വിളിക്കില്ലായിരുന്നു. വിളിച്ചപ്പോ എന്തായാലും ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സൂക്കേഴ്സിനകത്ത് പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നും. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് വാച്ചറും എല്ലാവരും കൂടി ഒന്ന് തുറന്നു നോക്കില്ല. കഷ്ടം, പാവം, ഒന്നും പറയാനില്ല. പെൺകുട്ടി അതിനകത്തിരുന്ന് വീർപ്പ് മുട്ടിക്കരുത്. പെൺകുട്ടിക്ക് വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാല് മരവിച്ചിരിക്കുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ വെളിയിറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഫോട്ടോ എത്ര കൂടി ക്ലിയർ ആകുമല്ലോ എന്നുള്ള ഒരു സംഭവം. എന്തായാലും കേട്ടപ്പോൾ വളരെ കൗതുകവും ചിരിയും ഒക്കെ തോന്നുന്നുണ്ട്. നമുക്കൊക്കെ നമുക്കൊക്കെ അറിയാം അവരുടെ അവസ്ഥ അല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.